മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അവർക്കെതിരെ വി ശിവൻകുട്ടി ഉയർത്തിയ ഒരു ആരോപണമാണ് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കുന്ന നൃത്തം വിദ്യാർത്ഥിനികളെ പഠിപ്പിക്കുവാൻ നടിയെ സമീപിച്ചപ്പോൾ ഇവർ 5 ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു എന്നതാണ് മന്ത്രിയുടെ ആരോപണം. ഇത് മാത്രമല്ല, നടി ആര് എന്ന കൃത്യമായ സൂചനകളും ശിവൻകുട്ടി നൽകിയിട്ടുണ്ട്. ഒന്നാമതായി അദ്ദേഹം പറയുന്നത്, മലയാള സിനിമയിലേക്ക് നടി എത്തിയത് സ്കൂൾ കലോത്സവ വേദികളിലൂടെയാണെന്നാണ്. അവരിപ്പോൾ സജീവമാണെന്നും കാശും പണവുമെല്ലാം ആയപ്പോൾ അവർ 45 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ വെല്ലുവിളിക്കുകയാണെന്നും മന്ത്രി തട്ടിവിട്ടു. ഇത്തരത്തിൽ കലോത്സവ വേദികളിലൂടെ മലയാള സിനിമയിലെത്തി വലിയ വിജയം നേടിയ നിരവധി നടിമാർ കേരളത്തിലുണ്ട്. മഞ്ജു വാര്യരുണ്ട്, ദിവ്യ ഉണ്ണിയുണ്ട്, നവ്യ നായരുണ്ട്, കാവ്യ മാധവനുണ്ട്, അമ്പിളി ദേവിയുണ്ട്, രചന നാരായണൻകുട്ടിയുണ്ട്, ശാലു മേനോനുണ്ട്. ഇവരിൽ തന്നെ ഇപ്പോൾ നൃത്തവിദ്യാലയം നടത്തി ഈ രംഗത്ത് സജീവമായി നിൽക്കുന്നവരിൽ പ്രമുഖർ ദിവ്യ ഉണ്ണിയും നവ്യ നായരും ശാലു മേനോനും അമ്പിളി ദേവിയും രചന നാരായണൻകുട്ടിയുമാണ്. സ്വാഭാവികമായും ഈ 5 പേരിൽ ഒരാളായിരിക്കാം മന്ത്രിയോട് ഇത്ര വലിയ പ്രതിഫലം ആവശ്യപ്പെട്ടത്. ഇവിടെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ മന്ത്രി മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയുണ്ട്. കലോത്സവം സർക്കാരാണ് നടത്തിയത്. പക്ഷേ ആ കലോത്സവത്തിൽ അവതരിപ്പിക്കുവാനുള്ള നൃത്തം ഈ കുട്ടിയുടെ വീട്ടുകാർ വലിയ ചെലവ് കൊടുത്ത് ഡാൻസ് മാസ്റ്ററെ വെച്ചിട്ടാണ് കുട്ടിയെ പഠിപ്പിച്ചത്. ഇതിനുള്ള വസ്ത്രവും സർക്കാരൊന്നുമല്ല വാങ്ങിക്കൊടുത്തിരിക്കുന്നത്, വീട്ടുകാർ തന്നെ കാശ് മുടക്കി വാങ്ങിയതാണ്. ഈ കുട്ടി നന്നായി പെർഫോം ചെയ്തതുകൊണ്ടാണ് സമ്മാനം കിട്ടിയതും അതുവഴി സിനിമയിൽ അവസരം കിട്ടിയതും അവർക്ക് കഴിവുള്ളത് കൊണ്ട് നടിയായി തീർന്നതും വലിയ വിജയമായത്. രണ്ടാമത്തെ ഒരു വിഷയം, കലോത്സവ വേദിയിൽ 5 മിനിറ്റ് അവതരിപ്പിക്കാനുള്ള നൃത്തം എന്ന് പറയുന്നത് 5 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു തീർക്കാവുന്ന ഒരു കാര്യമല്ല. അതിന് 8-10 ദിവസം സമയം മെനക്കെടുത്തേണ്ടി വരും. സ്വാഭാവികമായും നടിക്ക് മറ്റു പരിപാടികൾ ഇതിനു വേണ്ടി നീക്കി വെക്കേണ്ടി വരും. അവർക്ക് നഷ്ടപ്പെടുന്ന പ്രതിഫലം കൂടി കൂട്ടിച്ചേർത്താവാം ഇവർ 5 ലക്ഷം രൂപ ചോദിച്ചത്. നല്ല അധ്വാനമുള്ള ഒരു പണിയാണ്. വേറൊരു വിഷയമെന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാന സർക്കാരല്ലേ, ക്ഷേമ പെൻഷൻ പോലും മുടക്കിയിരിക്കുന്നവരല്ലേ, ഇതൊക്കെ എന്ന് കിട്ടാനാണ് എന്ന് കരുതി ചിലപ്പോൾ അവരല്പം ഉയർന്ന തുക ചോദിച്ചിട്ടുമുണ്ടാവാം. മാന്യമായി ഒരു തൊഴിൽ ചെയ്യുന്നതിന് അവരെ സമീപിച്ചപ്പോൾ അവർ മാന്യമായി ഒരു കൂലി പറഞ്ഞു. അത് കൊടുക്കാൻ സൗകര്യമില്ലെങ്കിൽ അതങ്ങ് വേണ്ട എന്ന് വെച്ചേക്കണം. അല്ലാതെ ഈ സൈബർ കമ്മികളുടെ ആക്രമണത്തിന് നിരവധി നടിമാരെ എറിഞ്ഞു കൊടുക്കുന്ന ഈ നിലപാട് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശരിയല്ല. പിന്നെ ശിവൻകുട്ടി സാറിനോടൊരു ചോദ്യമുണ്ട്. സാറ് നിരവധി വട്ടം MLA ആയി. ലക്ഷക്കണക്കിന് രൂപ ഈ ഇനത്തിൽ പൊതുഖജനാവിൽ നിന്ന് ശമ്പളമായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 4 വർഷത്തോളമായി സാറ് മന്ത്രിയാണ്. സാറിന്റെ തീറ്റക്കാശ്, സാറിന്റെ വണ്ടിക്കാശ്, സാറിന്റെ വീട്ടിലെ പാചകക്കാരിയുടെ ചെലവ്, ഗ്യാസിന്റെ ചെലവ്, സാറിന്റെയും വീട്ടുകാരുടെയും ചെലവ്, ചികിത്സാ ചെലവ്, ഇതെല്ലാം പൊതുഖജനാവിൽ നിന്ന് ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ലേ ഈടാക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ സാറ് കൈപ്പറ്റിയിട്ടില്ലേ എന്ന് കരുതി സാറിനെ കൊണ്ട് ഒരു പ്രയോജനവും ഞങ്ങൾക്കുണ്ടായോ? ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്കോ സെക്രട്ടേറിയറ്റിലോട്ടോ വന്ന് രാവിലെ മുതൽ സാറിനെ ചീത്ത പറയുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ പൊതുജനം കാണിക്കുന്ന മാന്യതയാണ് സാർ ഈ നടിയോടും കാണിക്കേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സാർ എന്തിനാ ഈ നടിമാരെയൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ തേടി നടക്കുന്നത്? 8 കൊല്ലം മുമ്പ് KM മാണി തന്റെ അവസാന ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിയമസഭയ്ക്കുള്ളിൽ മുണ്ടും മടക്കി കുത്തി അണ്ടർവെയർ എല്ലാം വെളിയിൽ കാണിച്ച് സാറ് നടത്തിയ ഒരു ഡാൻസ് ഉണ്ടല്ലോ, അതിൽ 3-4 സ്റ്റെപ്പ് ആ പിള്ളേരെ അങ്ങ് പഠിപ്പിച്ചാൽ പോരെ? സംഭവം കയറി കൊളുത്തില്ലേ? കണ്ട നടിമാരുടെയൊക്കെ പുറകെ നടന്ന് നാടൻ കിടേണ്ട കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനുണ്ടോ? ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.